അമ്മൂമ്മ ന്യൂസിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സോയ കറി. സോയ ഞാൻ ചെറുതായിട്ട് വലിയ സോയ ആയിരുന്നു, അത് ഞാൻ അരിഞ്ഞ് ചെറിയ പീസായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. ഒരു സവാള ഞാൻ വേറെ അരിഞ്ഞ് വെച്ചേക്കണേന്. 2 പച്ചമുളക്, കുറച്ച് വേപ്പില, മല്ലിപ്പൊടി വേണം, കുരുമുളക് പൊടി, എല്ലാം ഓരോ സ്പൂണാണ് വേണ്ടത്. ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, കുറച്ച് ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ്, ഇത്തിരി തേങ്ങാപ്പാൽ വേണം, ഉപ്പ്, വെളിച്ചെണ്ണ പാകത്തിന്, സവാള, ഇത്തിരി വേപ്പില, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടേ തിരുമ്മി നമുക്ക് നന്നായിട്ട് തിരുമ്മിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാം കേട്ടോ. നന്നായിട്ട് കൈവച്ചൊന്ന് വെളിച്ചെണ്ണയും സവാളയും എല്ലാം ഈ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഒന്ന് വേവിക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർക്കണം കേട്ടോ. ഇതൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ വേപ്പിലയും അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും ചേർക്കാം. അതിനകത്തേക്ക് മല്ലിപ്പൊടിയും ഗരം മസാല, കുരുമുളക് പൊടി 3 കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. തക്കാളി ചേർക്കാം കേട്ടോ. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ വഴറ്റിട്ട് നല്ല പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ക്യാപ്സിക്കം ഇടാം. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. മറ്റേ അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. ഇതിൻ്റെ അകത്തേക്ക് ഉപ്പും എല്ലാം മുളക് പൊടി എല്ലാം ചേർത്ത് വേവിക്കുന്നത് നല്ലതാണ്. അപ്പം എല്ലാം ഒന്ന് പിടിക്കുമല്ലോ. ഇതിൻ്റെ അകത്തേക്ക് ടൊമാറ്റോ സോസ് 1.5 സ്പൂണ് മതിയാവട്ടെ. നിങ്ങൾ എന്തോരം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കേണ്ടി വരും കേട്ടോ. ചില്ലി സോസ് അതും ഒരു 1.5 ടീസ്പൂൺ മതി. സോയാ സോസ് അതും 1.5 മതി. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി വഴറ്റിയ കൂട്ടത്തിൽ കൂടി ഈ സോയ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിക്കാം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വേവിക്കണം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചേക്കണത്. ഈ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിക്കാം. നന്നായിട്ടെല്ലാം വറ്റിയിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലും എല്ലാ സോസുകളും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ. ഇറച്ചിക്കറി പോലെയൊക്കെ എനിക്ക് നല്ല ടേസ്റ്റാണ്. ഈ നോൻപ് മാസമൊക്കെ അല്ലേ, എല്ലാവർക്കും ഇതേപോലെയൊക്കെ ചെയ്യാം. ഇതിൻ്റെ അകത്തേക്ക് മെയിനായിട്ട് ഞാൻ ചേർക്കുന്ന ഒരു സാധനമാണ് നെയ്യ്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനം. അപ്പോൾ ഇനി നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ഇറച്ചിക്കറിയുടെ രുചിയിലുള്ള നമ്മുടെ സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.